ദൈവം ഓരോരുത്തരെയും വ്യത്യസ്ത നിലകളിൽ തൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന മേഖലകളിൽ നാം എത്തപ്പെടാതിരിക്കുമ്പോൾ നമ്മെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയാതെ പോകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ അധികവും നിങ്ങൾ ചെയ്യും. അതെ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ പലതുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കത് ചെയ്യുവാൻ കഴിയാതെ പോകുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മത്തായി 17:20 നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകിയില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളോട് അവിടെ നിൽക്കുവാൻ, രോഗങ്ങളോട് മാറിപ്പോകുവാൻ, ശത്രുവിൻ്റെ പീഡകളോട് ഒഴിഞ്ഞു മാറുവാൻ നാം കൽപ്പിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കും എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതെ, സുവിശേഷങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കെട്ടിയാൽ അത് കെട്ടപ്പെടും, അഴിച്ചാൽ അത് അഴിയപ്പെടും. അതെ, എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും എന്ന് നാം മറന്നു പോകരുത്. അതാണല്ലോ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിച്ചത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുക. കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റായ വിശ്വാസം ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങളും അനർത്ഥങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ഓരോ പ്രശ്നങ്ങളെയും നോക്കി കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ച യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം നമ്മുടെയും ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി ശക്തിയോടെ അനുഗ്രഹത്തോടെ നമ്മിൽ വെളിപ്പെട്ടു വരുന്നത് കാണുവാനിടയായിത്തീരും. എന്നാൽ പലവിധ ജീവിത സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് വിശ്വസിക്കേണ്ടും വണ്ണം വിശ്വസിക്കുവാൻ കഴിയാതെ സമ്മർദ്ദ സമാനമാകുന്ന ജീവിതത്തിലൂടെ നമ്മൾ ആടി ഉലഞ്ഞ് അലഞ്ഞ് പോകുന്ന മണിക്കൂറുകൾ നമ്മളുടെ മുമ്പിൽ എത്തപ്പെടാറുണ്ട്. എന്നാൽ ആ ദൈവശക്തിയിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ദൈവിക അധികാരത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഒരിക്കൽ പോൾ യോങ്കിച്ചോ ദൈവിക അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും ദൈവം നടത്തുന്ന നടപ്പുകളെക്കുറിച്ചും താൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. അന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് സംസാരിച്ചു, നീ എഴുന്നേറ്റ് ഒരു വലിയ ന്യൂസ് പേപ്പർ തുടങ്ങുക എന്ന്. അപ്പോൾ യോങ്കിച്ച ദൈവത്തോട് പറഞ്ഞു, അയ്യോ കർത്താവേ, എനിക്കതിന് കഴിയുമോ? അപ്പോൾ ദൈവം യോങ്കിച്ചയോട് മറുപടി പറഞ്ഞു, ഇല്ല, നിനക്കത് കഴിയത്തില്ല എന്ന് എനിക്കറിയാം. എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിക്കുകയും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയും ദൈവകൃപയിൽ ആശ്രയം വെച്ച് നിൻ്റെ വഴികൾ മുൻപോട്ട് നയിക്കുകയും ചെയ്താൽ അസാധ്യമായി ഒന്നും നിൻ്റെ മുമ്പിൽ ഇല്ല. അതെ, അതുകൊണ്ട് നിനക്ക് അത് കഴിയും. നീ ധൈര്യമായിട്ട് നിൻ്റെ കാലടികൾ മുൻപോട്ട് വയ്ക്കുവാൻ തന്നോട് കൽപ്പിച്ചു. താൻ അതിന് പ്രകാരം ചെയ്തു. തന്നെ വലിയ നിലകളിൽ ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. അതെ, ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മുടെയും ജീവിത സാഹചര്യത്തിൽ പലതും നമ്മളുടേതാകുന്ന സ്വയശക്തി കൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിയത്തില്ല. എന്നാൽ മറിച്ച് ദൈവഹിതം ആരാഞ്ഞറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ശക്തിയോടും വിശ്വാസത്തോടും ധൈര്യത്തോടും നാം ഏൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരു വലിയവനാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുവാൻ യേശുവിനെ കഴിഞ്ഞു. അങ്ങനെയുള്ള യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവപൈതലിനോടും കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ അതിലും അധികമായി ചെയ്യുമെന്ന്. അതെ, നമുക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, അവസരങ്ങൾ, മണിക്കൂറുകൾ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ധൈര്യത്തോടെ അല്പവിശ്വാസികളായിട്ടല്ല, ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്നവരായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും അതിനുവേണ്ടി നാം ഒരുങ്ങുകയും ചെയ്താൽ ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി, ജയോത്സവകരമായി വഴി നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് വിശ്വാസം ദൈവനാമത്തിൽ ഉപയോഗിക്കുവാൻ നാം ശക്തരാകുക. ഇന്ന് നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെക്കാൾ അധികമായി ദൈവം ശക്തിയോടെ വരും ദിവസങ്ങളിൽ നമ്മെ ഉപയോഗിക്കുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. അതെ, ചില രോഗങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുവാൻ വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ നാം തയ്യാറാകണം. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ച യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസത്തോടെ ഉപയോഗിക്കുവാൻ നാം തയ്യാറായാൽ ദൈവം നമ്മളിലൂടെ അത്ഭുത പ്രവൃത്തികളും വൻ കാര്യങ്ങളും ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.